സീതേച്ചി ഒരു വണ്ടി തട്ടിയിട്ടു. സീതയ്ക്കുണ്ടായ അപകടം അർച്ചനയെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. പിന്നെ ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കും. രാമന് വേണ്ടി ഒരു കാത്തിരിപ്പ് വേണ്ടെന്ന കുമാരന്റെയും അമ്മയുടെയും വാക്കുകളിൽ സീതയ്ക്ക് വിശ്വാസം പോരാ. എന്നാ എന്നെ കൊണ്ട് അതിന് കഴിയില്ല. ഇപ്പൊ താമസിക്കുന്ന വീട് മാറണം. താമസിക്കുന്ന വീട് മാറണമെന്ന ജോൾസിന്റെ ഉപദേശം ശ്രീധരൻ ഉൾക്കൊണ്ടു. നിന്റെ സീതമ്മയ്ക്ക് ഇന്നൊരു അപകടം ഉണ്ടായി. സീതയുടെ അപകട വാർത്ത അർച്ചന പറഞ്ഞ് ചാരുമോൾ അറിയുന്നു. ചാരുമോളുടെ മനസ്സറിഞ്ഞ് സീത വീട്ടിലെത്തുന്നു. ദൈവം ശിക്ഷ കൊടുക്കും. തുടർന്ന് കാണുക. അത് ഉറപ്പാ. ശാരദാമ്മയോ? സീത വീട്ടിലെത്തിയെന്ന് അറിഞ്ഞു. ഏതായാലും വീട് മാറിയത് നന്നായി. അവിടുത്തെ വീടിനെന്തോ വാസ്തുദോഷമുണ്ടെന്ന് ജോത്സ്യര് പറഞ്ഞു. പിന്നെ ആ ഭയം വെച്ചോണ്ട് അവിടെ താമസിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പിടിച്ചപിടിയാലെ വീടങ്ങ് മാറി. അല്ലെങ്കിൽ തന്നെ എപ്പോഴും ബസ്സില്ലല്ലോ അവിടെ. ഇതാണെങ്കി ഒരു 10-15 മിനിറ്റ് ബസ്സിലിരുന്ന ഓഫീസിലെത്താം. ഞങ്ങളും അങ്ങനെ തന്നെ ചിന്തിച്ച്. പിന്നെ സീതയാകെ സങ്കടത്തിലാ ശാരദേ. എന്നുവെച്ചാ അവളുടെ അപകടം അറിഞ്ഞിട്ടും വിളിക്കേണ്ട ആള് വിളിച്ചില്ലല്ലോ. അതിലെനിക്കും അതിയായ സങ്കടമുണ്ട്. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ശ്രീധരേട്ട? ഒരു വിധത്തിൽ പറഞ്ഞ എല്ലാവരും എല്ലാറ്റിനും കുറ്റക്കാരാ. പിന്നെ സീതയുടെയും ചാരുമോളുടെയും സങ്കടം കാണുമ്പോ ചില നേരത്ത് സഹിക്കാൻ പറ്റുന്നില്ല. ചാരുമോൾ ഇപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ആഗ്രഹിക്കുന്നുണ്ട് രാമൻ വന്നൊന്ന് വിളിക്കണേന്ന്. എനിക്കറിയാം ആ കുട്ടിയുടെ വേദനിക്കുന്ന മനസ്സ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ശ്രീധരേട്ട? രാമന്റെ വാശി കടുത്തതായിപ്പോയി. പിന്നെ അവനെ സ്വാധീനിക്കാൻ ആ സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവര് തമ്മിൽ ഒന്നിച്ചാൽ ഉള്ളത് പറയാലോ. കൂടെ വന്ന ആ പെങ്കൊച്ചിന് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സീതമോളെ പോലെ ഐശ്വര്യമൊന്നുമില്ല. എങ്കിലും രാമന് പറ്റിയ പെണ്ണ് സീത തന്നെയാ. അല്ല, മോളകത്തില്ലേ? ഞാനൊന്ന് കണ്ടിട്ട് വന്നോട്ടെ. മോളെ, വേണ്ട മോളെ, മോള് കിടന്നോ? സാരല്ലമ്മേ. രാമൻ വിളിക്കാത്തതിൽ സങ്കടമുണ്ടല്ലേ മോക്ക്? ഇനിയിപ്പോ ബന്ധങ്ങളൊന്നും പുതുക്കണ്ടെന്ന് കരുതി കാണും. എത്ര കാലം കഴിഞ്ഞാലും അവന്റെ മനസ്സ് മാറില്ലെന്നായിരുന്നു ചിന്ത. എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചെന്നു വേണം കരുതാൻ. എങ്കിലും എന്തോ കണ്ടതും കേട്ടതും ഒക്കെ ശരിയാണോന്നൊരു സംശയം. രാമനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞത് ആ കുട്ടിയാ. പിന്നെ ഇപ്പോഴെന്റെ സംശയം കൂടി മോളെ. വേറൊന്നും കൊണ്ടല്ല, മോൾക്ക് അപകടം ഉണ്ടായിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതാ. അങ്ങനെയുള്ളപ്പോ ഉറപ്പായും രാമൻ തിരിച്ചു വിളിക്കേണ്ടതാ. ശരിയാ, അത്രയ്ക്കൊക്കെ സാഹചര്യവും കാലവും ശ്രീയേട്ടനെ മാറ്റിയെന്ന് വേണം കരുതാൻ. അവൻ വ്യക്തമായ ഒരു തീരുമാനം എടുത്തെങ്കിൽ മോൾ എന്തിനാ മോളെ ഇങ്ങനെ കാത്തിരിക്കുന്നേ? നിനക്ക് ഒരു കുടുംബജീവിതമൊക്കെ വേണ്ടേ? ഇതാ എന്റെ കുടുംബം. ഭർത്താവില്ലെന്നേ ഉള്ളൂ. ഇവിടെ എനിക്കൊരു മോളുണ്ട്. ജീവിതകാലം മുഴുവനും ഇങ്ങനെ കഴിയാനാണോ മോളുടെ തീരുമാനം? ഒരാളെ മനസ്സിലിട്ടോണ്ട് മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് ഈ ജന്മം കഴിയില്ലമ്മേ. അങ്ങനെ ആരെയും വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. രാമനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ.
മോളല്ലാതെ മറ്റൊരു പെണ്ണും മനസ്സിൽ കയറി പറ്റേണ്ടതല്ല. പഠിക്കുന്ന കാലത്ത് മീര എന്നൊരു പെൺകുട്ടി ഞങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഇല്ലായിരുന്നു. പിന്നെ ശ്രീയേട്ടൻ എഞ്ചിനീയറിങ്ങിനോ മറ്റോ പഠിച്ച സമയത്തുള്ളതാവും ഈ കൂട്ട്. ആ, അങ്ങനെ ആ കുട്ടി പറഞ്ഞത്. കൂടെ പഠിച്ചൊരു പെൺകുട്ടി. അവളെ നിരാശയോടെയും വാശിയോടെയും കഴിയുന്ന ശ്രീയേട്ടനെ നിരന്തരം കാണുന്നു. അങ്ങനൊരവസരത്തില് അവര് തമ്മിൽ അടുക്കാനും സാധ്യതയുണ്ട്. അപ്പോഴും എന്റെ ഹൃദയത്തിലിരുന്ന് ആരോ പറയുന്നുണ്ട്, ശ്രീയേട്ടൻ ഒരിക്കലും എന്നെ മറന്നൊരു ജീവിതം ഉണ്ടാവില്ലെന്ന്. ആ തോന്നല് ചിലപ്പോ ശ്രീയേട്ടനും ഈ പറയുന്ന മീരയും കല്യാണം കഴിക്കുന്നത് വരെയുള്ള തോന്നലായിരിക്കും അല്ലേ? ആ അല്ല, അമ്മ ചായ കുടിച്ചായിരുന്നോ? വേണ്ട മോളെ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ. രാമനൊരു കുടുംബജീവിതം വേണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ആ കുടുംബത്തിൽ മീര എന്ന പെൺകുട്ടിയല്ല, മോള് തന്നെയാവണം അവന്റെ ഭാര്യ. അതാണ് അമ്മയുടെ പ്രാർത്ഥനയും ആഗ്രഹവും. പോയിട്ട് വരാം മോളെ. ഹലോ ഹലോ, അങ്കിളാണോ? അല്ല, റാമിന്റെ അങ്കിളാണോ? അതെ. അതെ, ഞാൻ മീര അങ്കിളെ. ആ, മോളായിരുന്നോ? അല്ല, ഞാൻ സീതയുടെ വിവരങ്ങൾ അറിയാൻ വിളിച്ചതായിരുന്നു. വിളിക്കേണ്ട ആള് വിളിച്ചില്ലല്ലോ. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, നെറ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടി, അത്രേ ഉള്ളൂ. സീതയെ പറ്റി ആരും ഒന്നും പറയുന്നില്ലല്ലോ. റാമിനോട് ചോദിക്കുമ്പോ രക്തം തിളയ്ക്കും, പിന്നെ എന്നോട് പോലും സംസാരിക്കാൻ കൂട്ടാക്കില്ല. ആ നിലയ്ക്ക് ഞാൻ സീതയെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ദേ, അവന്റെ അമ്മ അടുത്ത് നിൽപ്പുണ്ട്, കൊടുക്കാം. മീരമോള. ആ മോളെ. ഒന്നുമില്ലമ്മേ, ഞാൻ സീതയുടെ വിവരങ്ങൾ അറിയാൻ വിളിച്ചതായിരുന്നു. റാം വിളിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും ഞാൻ വിളിച്ച വിവരങ്ങളൊന്ന് അന്വേഷിക്കണ്ടേ? ആ, കുഴപ്പമൊന്നുമില്ല മോളെ. മോക്ക് സുഖാണോ? ആ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലമ്മേ. റാമും അവിടുന്ന് വന്ന ശേഷം സന്തോഷവാനാ. പിന്നെ ആരോഗ്യമൊക്കെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. മോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവനോടൊന്ന് പറയണം സീതയെ ഒന്ന് വിളിക്കാൻ. ശരി അമ്മേ, ഉറപ്പായിട്ടും പറയാം. വേറൊന്നും പറയാനില്ലല്ലോ? ഇല്ല മോളെ. ശരി അമ്മേ. സീതയുടെ അപകട വിവരം പറഞ്ഞപ്പോ അവന് ദേഷ്യാണെന്ന്. വെറുത്തുപോയി ശങ്കരേട്ട. അതുകൊണ്ടല്ലേ 5 കൊല്ലങ്ങൾക്ക് ശേഷം വന്നിട്ടും അവൻ അവളെ ഒന്ന് കാണാതെ പോയത്. രാമന്റെ നന്മയ്ക്ക് വേണ്ടി സീത എന്നും പ്രാർത്ഥിക്കും. എങ്കിലും എല്ലാം കാണുന്ന ദൈവങ്ങള് ആ കുട്ടിയുടെ മനസ്സിന്റെ വിഷമം കണ്ടില്ലാന്ന് നടിക്കോ? ഇതിപ്പം ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നിന്റെയും സീതയുടെയും വാശിയാ രാമനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത്. ആ ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടാവണം.
സീതമ്മ? ഒന്നും മിണ്ടത്തപ്പോ ഊഹിക്കാം. വിളിച്ചത് രാമനങ്കിളാണല്ലേ? രാമനങ്കിളാണല്ലോ അല്ലേ? അതെ. എന്നാ പിന്നെ എന്തിനാ എടുക്കാതിരുന്ന സീതമ്മ? വണ്ടി തട്ടി എനിക്ക് പരിക്ക് പറ്റിയ വിവരമൊക്കെ അറിഞ്ഞിരുന്നു. എന്നിട്ട് ഒന്ന് വിളിക്കാനുള്ള ദയ പോലും ഉണ്ടായില്ല. അങ്ങനെ ഒരാൾ വിളിക്കുമ്പോ ഞാൻ പിന്നെ എന്തിനാ എടുക്കുന്ന മോളെ? ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇപ്പൊ വിളിക്കുന്നേ? എന്തിഷ്ടം? വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് എത്രത്തോളം സ്നേഹം വരാനാ? സീതമ്മ കരയുവാണോ? ഏ, എനിക്ക് തോന്നുന്നില്ല സീതമ്മ രാമനങ്കിള് വേറെ കല്യാണം കഴിക്കുമെന്ന്. ഞാൻ അതേപ്പറ്റിയൊന്നും ഇനി ആലോചിക്കുന്നില്ല മോളെ. വരുന്നത് വരുന്ന പോലെ വരട്ടെ. എനിക്ക് കൂട്ടായിട്ട് എന്റെ മോളുണ്ടല്ലോ, എന്നെ പറ്റിച്ചേർന്ന്. എനിക്കത് മതി. ഇനിയുള്ള ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കാം. അപ്പൂസേ, ഓ, അതെ രാമനങ്കിള് വേറെ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോ അത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് രാമനങ്കളുടെ വീട് വരെ പോയാലോ? അയ്യോ, മൂന്നാറിലേക്കോ? മൂന്നാറിലേക്കല്ല അപ്പൂസേ, ഇവിടെയുള്ള രാമനങ്കളുടെ വീട്ടിലേക്ക്. എന്തിനാ മോളെ നമ്മൾ വെറുതെ അങ്ങോട്ടൊക്കെ പോകുന്നേ? രാമനങ്കളുടെ അമ്മയായിട്ട് സംസാരിക്കാൻ. പോയിട്ട് പെട്ടെന്ന് വരാന്നേ. എനിക്ക് രാമൻ വേറൊരു പെണ്ണുമായി വന്നറിഞ്ഞപ്പോ മുതല് അതിനൊന്നുമുള്ള താല്പര്യം ഇല്ലാണ്ടായി മോളെ. എനിക്ക് വേണ്ടി അപ്പൂസ് വരണം, വന്നേ പറ്റൂ. ഈ കൊച്ചിന്റെ കാര്യം വലിയ കഷ്ടമായല്ലോ. എന്തു പറയാനാ മോളെ നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നേ? സീതമ്മയുടെ സങ്കടം അപ്പൂസും കണ്ടാണല്ലോ. അതില് അപ്പൂസിനും വിഷമല്ലേ? നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാന്നേ. സീതമ്മ രാമനങ്കിളും തമ്മില് എന്തുകൊണ്ടാ അകന്നു നിൽക്കുന്ന അപ്പൂസെ? അതിന് കാരണം ഞാനല്ലയോ? അതുകൊണ്ട് അവര് രണ്ടാളും ഒന്നിക്കണമെന്ന് എനിക്ക് ഇത്ര വാശി. എന്നാ വാശി കളയണ്ട, നമുക്ക് പോയി കളയാം. മോള് പോയി റെഡി ആയിട്ട് പോവാ. ഉമ്മ, ഉമ്മ, ഞാൻ ഇപ്പൊ വരാമേ. സീതയുടെ അച്ഛനോ? മോളുണ്ടായിരുന്നു? അതെ, മോളാ പറഞ്ഞത് രാമനങ്ങളുടെ അമ്മയെ ഒന്ന് കാണണമെന്ന്. ഓ, വാ അകത്തിരിക്കാം. സുഖാണോ മോളെ? സുഖമൊക്കെ തന്നെ. പക്ഷെ സീതമ്മയുടെ കാര്യം ആലോചിക്കുമ്പോ ഇത്തിരി വിഷമമുണ്ട്. സീതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മോക്ക് എന്തോ പറയാനുണ്ടല്ലോ? അത് സീതയുടെ കാര്യം തന്നെ. മോളെ ഒരു വണ്ടി തട്ടിയിട്ടിട്ട് പോയി. രാമനൊന്നും വിളിച്ചു പോലും ഇല്ല. അതിലൊരു വേദനയുണ്ട് മോൾക്ക്. ശങ്കരൻ ഇവിടെ ഉണ്ടായിരുന്നോ? രാമൻ പോയ ശേഷം ഇടയ്ക്ക് മുറയ്ക്ക് ഞാനല്ലേ കൂട്ട്. ഞാനില്ലാത്തപ്പോ കുമാരൻ വരും. ഈ കുഞ്ഞിന്റെ പേരില
അന്ന് രാമനും സീതയും തമ്മിലുള്ള കല്യാണം മുടങ്ങിപ്പോയത്. അതും എന്റെ വാശി കൊണ്ട്. അന്ന് പറ്റിയ തെറ്റ് തിരുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സീതമ്മ ഏതു നേരവും കരച്ചില്ല, സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെങ്കിലും രാമനങ്ങളും സീതമ്മയും തമ്മിലുള്ള കല്യാണം നടത്തണം. കാര്യങ്ങൾ ഇത്തിരി പ്രയാസമാണെന്നുള്ള അറിയാം. ഇവിടെ വന്ന് രാമൻ്റെ അമ്മയെ ധർമ്മസങ്കടത്തിലാക്കരുതെന്നും പറഞ്ഞതാ. പിന്നെ മോക്കോരെ നിർബന്ധം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെന്ന്. ആവശ്യന്യായമാണ്. എന്നാ നമ്മളാരും അറിയാതെ അവൻ വേറൊരു പെങ്കുച്ചുമായി അടുത്തുപോയില്ലേ? എന്നാലും സീതയെ രാമൻ മറക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എല്ലാവരുടെയും ധാരണ അതായിരുന്നു. പിന്നെ തെറ്റ് നമ്മുടെയൊക്കെ ഭാഗത്താണല്ലോ. രാമനെ തന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? മോള് വന്ന് ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ശങ്കരേട്ടൻ ഒന്ന് പോ അവന്റെ അടുത്തേക്ക്. എന്നിട്ട് അവനുമായിട്ടൊന്ന് സംസാരിക്കും. ഞാൻ പോകാം. മോള് കുറെ നാളായിട്ടല്ലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരുന്നത്. മോക്ക് എന്താ വേണ്ടത്? പറയട്ടെ? പറഞ്ഞോ. എനിക്കൊന്നും വേണ്ട. എന്റെ സീതമ്മയ്ക്ക് രാമനകളിനെ കൊടുത്താ മതി. അതേ, നാട്ടിലെത്തിയപ്പോ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്റെ റാമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കണേന്ന്. ഓ, അതിന് നീ എന്റെ ഭാര്യയാണോ? ഭാര്യയായാലും കൊള്ളാം, കാമുകിയായാലും കൊള്ളാം. എനിക്കിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എസ്റ്റേറ്റ് മുഴുവൻ നോക്കി നടത്തുന്നത് ഡാഡി തന്നെയാ. പിന്നെ മുഷിച്ചില് മാറ്റുന്നത് ഇവിടെ വരുമ്പോഴാ. നീ ഇപ്പൊ ഏതു നേരം ഇവിടെ തന്നെയാ. അതിന് റാമിന് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്റെ ബോറിംഗ് മാറിയത് നീ ഈ വീട്ടിലേക്ക് വന്ന ശേഷം. അത് സമ്മതിച്ചല്ലോ. എന്നാ ഇനി വേറൊന്നുകൂടി സമ്മതിക്കണം. ഇനി മുതല് ഈ വീട്ടിലെ അടുക്കളക്കാരി ഞാനാ. അത്യാവശ്യം നന്നായിട്ട് ഞാൻ പാചകം ചെയ്യുന്ന റാമിനറിയാലോ. പിന്നെ എനിക്കത് ഇൻട്രസ്റ്റുമാണ്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ വെച്ച് വിളമ്പുന്നു. വീട്ടിലാണെങ്കിൽ മമ്മി എന്നെ ഒന്നും തൊടിയിക്കില്ല. പിന്നെന്താ എനിക്ക് പണി? രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, അത് കഴിഞ്ഞ് കഴിക്കുക, കിടക്കുക. അത് പോരല്ലോ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെന്റ് വേണ്ടേ? അടുക്കളപ്പണി ഇന്നത്തെ പെൺകുട്ടികൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. എന്നാലേ ഈ വീട്ടിലെ അടുക്കളപ്പണി എനിക്കിഷ്ടാ. അതുകൊണ്ട് ഒന്ന് മാറിക്കേ. ഇവളുടെ ഒരു കാര്യം. അല്ല, നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല. സീതയും വിളിച്ചില്ല. അയാളെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് എടുത്തില്ല. നാട്ടിലെത്തിയിട്ട് കാണാത്തതിന്റെ പരിഭവായിരിക്കും. എന്നിട്ടും റാം ഇതുവരെ സീത ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. പരിശുദ്ധമായ പവിത്രമായ മനസ്സുള്ള എല്ലാരെയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി. നീ ഈ പാത്രം മാത്രം അറിഞ്ഞാ മതി. വാ മാവാ. എന്താ മാവ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പെട്ടെന്ന് വരണമെന്ന് തോന്നി വന്നു. നേരത്തെ ഞങ്ങളൊക്കെ വന്നാ നീ മുങ്ങിക്കളയുമായിരുന്നല്ലോ. ഇപ്പൊ അതുണ്ടാവില്ല എന്നറിയാം. പിന്നെ നിന്റെ ഇവിടുത്തെ കൃഷിയും ജീവിത രീതിയൊക്കെ നോക്കി മനസ്സിലാക്കണം തോന്നി, അതുകൊണ്ട് വന്നാ. ഓ, അത് ശരി. ഞങ്ങള് പോകുന്നത് അമ്മയ്ക്ക് വലിയ വിഷമായി കാണുമല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? വരുന്ന വിഷുവിന് അങ്ങോട്ട് വരാം. ഇനി വിഷുവിന് മാത്രമല്ല,
ഓണത്തിനും ശിവരാത്രിക്കും ഒക്കെ വരണം. അത് അമ്മയുടെ ആഗ്രഹം, എന്റെയും. ആ അമ്മാവൻ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, ഞാൻ ചായ എടുക്കാൻ പറയാം. അതിനൂടെ ജോലിക്കാരെങ്കിലും ഉണ്ടോ? മീരയുണ്ട്, അവള് രാവിലെ വന്നായിരുന്നു. അവളിവിടെ ഉണ്ടോ? പിന്നെ അവള് മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. അങ്കിളോ എപ്പോ എത്തി? ഞാനിപ്പോ എത്തിയുള്ളൂ. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? റാം ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ട് കൂടുതൽ സമയവും ഞാൻ ഇവിടെ തന്നെ. പിന്നെ വന്നില്ലെങ്കിൽ റാം വഴക്കോട് വഴക്കാം. ചില ദിവസങ്ങളിൽ ഇവിടെ തന്നെ തങ്ങാറാ പതിവ്. പിന്നെ നാളെ ഞാൻ ഇവിടെ തന്നെ ജീവിക്കേണ്ടവളാണല്ലോ. ആ അത് ശരിയാ. അങ്കിള് വരുന്ന കാര്യം റാമിനോട് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നോ? ഇല്ല, അവനെ പെട്ടെന്ന് കാണണം തോന്നി പോന്നു. ഇതൊക്കെ നേരത്തെ വിളിച്ച് അറിയിക്കണ്ടേ അങ്കിളെ? എങ്കിൽ ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേനെ. ആ അത്യാവശ്യ അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് രുചിയുള്ള ആഹാരങ്ങളൊന്നും അധികം കഴിക്കാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ അമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഓ പ്രത്യേകിച്ചൊന്നുമില്ല. ആണ്ടിന് നിങ്ങൾ വന്നതിന്റെ സന്തോഷമുണ്ട്, അത്രേ ഉള്ളൂ. അങ്കിളെ, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ റാം അങ്ങോട്ട് വന്നത്. ഇടയ്ക്ക് വരണം, കുറച്ചു ദിവസം അവിടെ താമസിക്കണം. ഞങ്ങളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ അങ്കിളെ. റാം വന്നില്ലെങ്കിലും ഞാൻ അവിടെ വന്ന് താമസിക്കും. കല്യാണം അടുത്തെങ്ങാനും ഉണ്ടാവുമോ? വരുന്ന ചിങ്ങത്തിൽ നടത്തണമെന്ന് ആഗ്രഹം. ചിലപ്പോ അതങ്ങ് നീണ്ടുപോയേക്കും. ചടങ്ങുകൾ വെച്ച് താമസിപ്പിക്കുന്നത് നല്ലതല്ല, അത് നടക്കേണ്ട സമയത്ത് നടക്കണം. അങ്ങനെ നടക്കാതിരുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. അങ്ങനെ നടക്കാതിരുന്ന ബന്ധം ആയിരിക്കൂ റാമും സീതയും തമ്മില്? കണ്ടിരുന്നോ രാമനെ? ആ കണ്ടു. രാമനെ മാത്രമല്ല, ആ പെങ്കൊച്ചിനെയും മീരയെ. എൻ്റെ ശാരദേ, നമ്മൾ കരുതുന്ന പോലെയൊന്നല്ല കാര്യങ്ങൾ. ആ കുട്ടി പറയുന്ന സത്യം. അല്ലാതെ രാമൻ പറയുന്ന പോലെ ആ കൊച്ച അവൻ്റെ സുഹൃത്ത് മാത്രമൊന്നുമല്ല. ഭാവിയിൽ അവൻ്റെ പെണ്ണായിട്ട് വരാൻ പോകുന്ന കൊച്ചാ. ഇപ്പോഴേ അവരേതാണ്ട് കല്യാണം കഴിഞ്ഞ പോലെ.